മുരളീധര സുരേന്ദ്രപക്ഷത്തെ നിലംപരിശാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത്. കടുത്ത സുരേന്ദ്ര വിരുദ്ധ പക്ഷക്കാരെ പ്രധാന ഭാരവാഹികളാക്കി. നിലവിൽ ഭാരവാഹികളായിരുന്ന സുരേന്ദ്രപക്ഷ നേതാക്കളെ തരം താഴ്ത്തുകയും ചെയ്തു. ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഞെട്ടിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന ബിജെപിയിലെ കടുത്ത വിഭാഗീയത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കേരള ബിജെപിയിൽ സജീവമല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി കൊണ്ടുവന്നത്. എന്നാൽ തുടക്കം മുതൽ മുരളീധര സുരേന്ദ്രപക്ഷത്തിന്റെ വിരുദ്ധ ചേരിയോടായിരുന്നു രാജീവിന് പ്രിയം. പല നിർണായക യോഗങ്ങളിലേക്കും മുരളീധരനെയും സുരേന്ദ്രനെയും ക്ഷണിക്കാതിരുന്നതും വിവാദമായിരുന്നു. എങ്കിലും ബിജെപിയിലെ പ്രധാനികളായ ഈ രണ്ട് നേതാക്കളുടെയും അടുപ്പക്കാരെ പൂർണ്ണമായും വെട്ടിനിർത്തിയ ഭാരവാഹി പട്ടികയെപ്പറ്റി എതിർ ഗ്രൂപ്പുകാർ പോലും ചിന്തിച്ചു കാണില്ല. മുരളീധരന്റെ ഏറ്റവും വിശ്വസ്തനായ പി രഘുനാഥ് പട്ടികയിൽ ഒരിടത്തും ഇടം പിടിച്ചില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു രഘുനാഥ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് പി സുധീർ, സി കൃഷ്ണകുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായി തരംതാഴ്ത്തി. സ്വാഭാവികമായും ഇവർ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. സുരേന്ദ്രന്റെ അടുപ്പക്കാരായിരുന്ന ശ്രീകാന്തും നാഗേഷും സംസ്ഥാന ഭാരവാഹികളായിരുന്നു. രണ്ടുപേർക്കും പുതിയ കമ്മിറ്റിയിൽ മേഖലാ പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ച വി രാജേഷ് ആകട്ടെ സെക്രട്ടറി മാത്രമായി. വി മുരളീധരന്റെ വിശ്വസ്തനും മാരാർജി ഭവന്റെ കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായിരുന്ന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടിക്കും പുതിയ ഭാരവാഹി പട്ടികയിൽ സ്ഥാനമില്ല. മറുഭാഗത്താകട്ടെ പ്രധാന പദവികളിലേക്ക് എത്തിയത് മുരളീധര സുരേന്ദ്ര വിരുദ്ധ പക്ഷക്കാർ. ജനറൽ സെക്രട്ടറിമാരായി നിയമിതരായ ശോഭാ സുരേന്ദ്രനും MT രമേശും A സുരേഷും സ്വാഭാവികമായി കോർ കമ്മിറ്റിയിലും എത്തും. വൈസ് പ്രസിഡന്റുമാരിലും ഭൂരിഭാഗം പേരും മുരളീധര സുരേന്ദ്ര വിരുദ്ധ പക്ഷക്കാരാണ്. മുഖ്യ വക്താവ് സ്ഥാനത്ത് നിയമിതനായ TP ജയചന്ദ്ര മാസ്റ്ററും സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവനും കൃഷ്ണദാസ് MT രമേശ് പക്ഷക്കാരാണ്. തങ്ങളുടെ പക്ഷക്കാരെ പൂർണ്ണമായും തടഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെതിരെ മുരളീധരനും സുരേന്ദ്രനും പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച് പുതിയ യുദ്ധമുഖം തുറക്കുമോ അതോ മൗനം പാലിച്ച് കീഴടങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. PV കുട്ടൻ, കോഴിക്കോട്.